ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിതേ ദിവനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവനെ കുറിച്ച് മാത്രമല്ല, ഇവൻ്റെ ഷോറൂമിനെ കുറിച്ചൊന്ന് പറയണം. വേറെ ഒന്നുമല്ല കേട്ടോ. ഷോറൂം കസ്റ്റമർ സർവീസ് വളരെ മോശമായിട്ടുള്ളൊരു സർവീസായിരുന്നു. അതാണ് മെയിൻലി പറയാനുള്ളത്. അതേപോലെ നമുക്ക് ഡെലിവറി തന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയുടെ. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തയിടത്തൊക്കെ കേട്ടോ. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഇതുകളൊക്കെ കണ്ടത്. അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്ത് തന്നതൊക്കെ. അപ്പോൾ ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് സത്യം പറഞ്ഞാൽ ആ വണ്ടി ഡെലിവറി ചെയ്തത്. വണ്ടി എടുത്തത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട, നമ്മുടെ ടോവിനച്ചായൻ്റെ നാട്ടിൽ. അവിടെ അവറാന്ന് പറഞ്ഞാൽ യമഹയുടെ ഷോറൂമിൽ നിന്നാണ് എടുത്തത്. പിന്നെ വണ്ടി ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലേ, ഇത് കാണുമ്പോൾ പിള്ളേർ പറയുന്നത് താറാവിൻ്റെ ബാക്ക് സൈഡ് പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ നമ്മുടെ ഒരു ഇത് ഡ്രമ്മ് ഡിസ്ക് അങ്ങനെ 2 ടൈപ്പാണെന്നാണ് പറഞ്ഞത് അവർ. ഇതിൽ ഞാനെടുത്തത് ഡ്രമ്മാണ്. ഡിസ്ക് വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ടെന്നേ. പിന്നെ ആ ക്ലാസിൻ്റെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ലൊരു എലഗൻറ്റ് ലുക്കൊക്കെ തോന്നുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ആ സിൽവർ കോട്ടിങ്, ഈ ഒരു കട്ടിങ്ങൊക്കെ വരുന്ന സിൽവർ കോട്ടിങ്, അതിൻ്റെ ആ എംബ്ലം വന്നിരിക്കുന്നത്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഈ ഒരു കട്ടിങ്ങൊക്കെ. പിന്നെ ഇതാണ് മെയിൻ സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ കീ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചാൽ മതി, സീറ്റ് ഓപ്പൺ ആവും. പിന്നെ ഈ ഫ്രണ്ടിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ഫാസിനോയിൽ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലയെന്ന് അവർ പറഞ്ഞു. ആ ഒരു ഹുക്ക് മാത്രമേ ആ ഫ്രണ്ടിൽ വരുന്നുള്ളൂ. പിന്നെ സീറ്റ് തുറന്നിട്ട് വേണം പെട്രോൾ അടിക്കാൻ. അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് വണ്ടിയുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോഴേ അതൊരു ബുദ്ധിമുട്ട്. പിന്നെ ചാർജിങ് കേബിളും അത് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് വെക്കാൻ പിന്നെ ഒരു 3-4 ദിവസം, 3-4 ദിവസമല്ല, 3-5 ദിവസം ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ ഇത് 2 അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വന്നു കഴിഞ്ഞാണെങ്കിൽ എടുക്കാൻ. പിന്നെ ഈ സീറ്റ് കവറും എക്സ്ട്രാ ഫിറ്റിങ്സിലുള്ളതാണ്. ഓൾറെഡി ഉള്ള സീറ്റ് കവർ ഒരു ക്രീം ഷെയ്ഡാണ്. അത് നമ്മളെപ്പോലെയുള്ളവരൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഭയങ്കര മോശമായിരിക്കും. പെട്ടെന്ന് കാറിക്കും. കുട്ടികളൊക്കെയുള്ള വീടല്ലേ, ഭയങ്കര മോശമായി പോകും. പിന്നെ സ്ത്രീകൾക്ക് ഇരിക്കാൻ മീൻസ് ഞങ്ങൾക്കൊക്കെ ഇരിക്കാനായിട്ട് ബാക്കിൽ പിടിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ മെയിൻലി നമ്മളെപ്പോഴും ഏറ്റവും പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഏറ്റവും കൂടുതൽ വേണ്ടുന്നൊരു കാര്യം, എല്ലാവരും, ഞാനൊക്കെ ആദ്യത്തെ വണ്ടിയിലൊക്കെ എന്താ പറയുക, സ്റ്റാൻഡ് തട്ടാതെയാണ് ഞാൻ വണ്ടി എടുത്തുണ്ടായി. ഇത് അങ്ങനെ പറ്റില്ല. ഇത് വണ്ടി ഓണാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റാൻഡ് തട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഇവന് ഓണാവില്ലെന്നേ. എന്തായാലും ഓണാക്കുമ്പോൾ ഞാൻ 2-3 സൂത്രം കാണിച്ചു തരാം കേട്ടോ. ആ ഓറഞ്ച് കളറുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറയാം. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അലേർട്ടായിട്ട് തന്നെ. പിന്നെ ഈ എക്കോയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും എന്നാണ് പറയുന്നത്. ഒരു 60 വരെയാട്ടെ ഈ വണ്ടിയുടെ ഒരു എക്കോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ കിടന്ന് റെഡ് ഷെയ്ഡിലേക്ക് പോകുള്ളൂ. പിന്നെ ഉള്ളത് ഈ 2 സ്വിച്ചുകളാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സിഗ്നലിലൊക്കെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഓഫാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ അങ്ങനെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് എന്നുള്ളത് തന്നെ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ആക്സിലേറ്റർ അങ്ങനെ കുട്ടികൾ പിടിച്ചാൽ വണ്ടിയുടെ വഴിക്ക് പോകും. അതുകൊണ്ടാണ് അതെന്തായാലും ശ്രദ്ധിക്കണം. അത് കുട്ടികളുള്ളവരെയാണ് പ്രത്യേകം, ബാക്കിയുള്ളവർക്ക് നമുക്ക് അറിയാമല്ലോ അങ്ങനെ. പിന്നെ ഓവർലോക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് വണ്ടിയുടെ. കാണാൻ നല്ല ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടി പിന്നെ ഷോറൂമിൽ കസ്റ്റമർ സർവീസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വളരെ മോശമായിട്ടുള്ള സർവീസാണ്. പിന്നെ ഓണത്തിൻ്റെ ഇടയ്ക്ക് എടുത്ത കാരണം കൊണ്ട് ഒരു 4000 രൂപയുടെ ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് എക്സ്ട്രാ ഫിറ്റിങ്സ്, അത് കിട്ടി. അത് മാത്രമാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ സംരംഭമാണ്. ഓക്കെ, താങ്ക് യു.